നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് വാട്ടർ പൊല്യൂഷന് വളരെയധികം കാരണമാവുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ഗ്രീൻ റെവല്യൂഷൻ വഴി കൂടുതലായിട്ട് നമ്മൾ ക്രോപ്സൊക്കെ വളർത്തുകയാണ്. അപ്പോൾ അതുവഴി ഇമ്മെൻസ് ക്വാണ്ടിറ്റീസ് ഓഫ് നൈട്രോജീനസ്, ഫോസ്ഫാറ്റിക് ആൻഡ് പൊട്ടാസ് ഫെർട്ടിലൈസേഴ്സ് ആർ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. ഇപ്പോൾ ധാരാളം നൈട്രോജീനസും ഫോസ്ഫാറ്റിക്കും പൊട്ടാഷ് ഫെർട്ടിലൈസേഴ്സും ഒക്കെ ക്രോപ്സ് ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. In most cases, a large excess of fertilizer than needed is being added to the fields. അതായത് ശരിക്ക് ക്രോപ്സിനെ വളരാൻ വേണ്ടി ഇത്രയും ആവശ്യം നമ്മൾ നല്ല ആയിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്കം കിട്ടാൻ വേണ്ടി നന്നായിട്ട് ക്രോപ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആഡ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് അഗ്രികൾച്ചറൽ റൺ ഓഫ് വഴി, അതായത് വാട്ടർ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ വെള്ളം നനയ്ക്കുമ്പോഴൊക്കെ അതിൽ കൂടെ ഊർന്ന് എന്ത് ചെയ്യുന്നു, വാട്ടർ ബോഡീസിലേക്ക് എത്തുന്നു, ഫ്രഷ് വാട്ടർ ബോഡീസിലേക്ക് എത്തുന്നു. അങ്ങനെ പൊല്യൂഷന് കാരണമാവുന്നു. അപ്പോൾ ഈ ഫെർട്ടിലൈസറിൻ്റെ ഉപയോഗം മൂലമുണ്ടാവുന്ന വാട്ടർ കണ്ടാമിനേഷൻ വളരെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ 2 ഇഫക്ട്സ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ആണ് യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ നിങ്ങൾ ഓൾമോസ്റ്റ് കേട്ടിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. എന്താണ് സംഭവിക്കുന്നത്? യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫെർട്ടിലൈസർ വഴി വാട്ടറിന് കണ്ടാമിനേഷൻ സംഭവിക്കുകയാണ്. എങ്ങനെ? ഫെർട്ടിലൈസറിൽ ഉണ്ടാവുന്ന ഫോസ്ഫേറ്റും നൈട്രേറ്റും അയോൺസ് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ കണ്ടാമിനേഷൻ ഓഫ് ദ വാട്ടർ ബോഡീസ് ബൈ ദ പ്രസൻസ് ഓഫ് ഫോസ്ഫേറ്റ് ആൻഡ് നൈട്രേറ്റ് അയോൺസ് പ്രസൻറ്റ് ഇൻ ദ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോസ്ഫേറ്റും നൈട്രേറ്റും ഫെർട്ടിലൈസറിലുള്ളത് വെള്ളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഫ്രഷ് വാട്ടർ ബോഡീസിനെയൊക്കെ എന്താക്കുന്നു? അത് ന്യൂട്രിയൻ്റ് റിച്ച് ആക്കുന്നു. അതായത് വളരെയധികം ന്യൂട്രിയൻസ് ഉള്ള ഒരു സോഴ്സാക്കി മാറ്റുന്നു വാട്ടറിനെ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? മാസീവായിട്ടുള്ള ആൽഗൽ ഗ്രോത്ത് അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ധാരാളം ആൽഗീസ് ഒക്കെ അവിടെ നന്നായി തഴച്ച് വളരുന്നു. സച്ച് ആൽഗൽ ബ്ലൂംസ് ഇൻ വാട്ടർ ബോഡി കവർ ദ വാട്ടർ സർഫസ്. അപ്പോൾ ആൽഗീസ് കൂടുതലായിട്ട് വളർന്നു കഴിഞ്ഞാൽ അത് വാട്ടർ സർഫസിൽ കൂടുതലായിട്ട് കവർ ചെയ്ത് കിടക്കുന്നു. അങ്ങനെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ വാട്ടറിലെ കുറയ്ക്കുന്നു. അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ വെള്ളത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് അക്വാട്ടിക് ആനിമൽസിനെയും അതിൻ്റെ ലൈഫിനെയും ഒക്കെ അത് വളരെ ഹാനികരമായി ബാധിക്കും. അങ്ങനെ വാട്ടർ എന്ന് പറയുന്നത് ഒരു ഡെഡ് പൂൾ ഓഫ് വാട്ടർ ആയി മാറും. എന്ന് വെച്ചാൽ ആ വാട്ടറിൽ പ്രത്യേകിച്ച് ജീവനുകൾക്കൊന്നും നിലനിൽക്കാനായിട്ട് സാധിക്കില്ല ഇതുവഴി. Then the anaerobic condition created cause profuse accumulation of foul smelling decay products. അങ്ങനെ ആകെ ഒരു വെള്ളത്തിനൊക്കെ ഒരു ദുഷിച്ച മണം അവിടെ സംഭവിക്കുന്നു. ഫെർട്ടിലൈസർ പൊല്യൂഷൻ ഓഫ് വാട്ടർ ദസ് ലീഡ്സ് ടു വാട്ട് ഈസ് കോൾഡ് യൂട്രോഫിക്കേഷൻ. ഇതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ യൂട്രോഫിക്കേഷനിൽ പറഞ്ഞത്? അതായത് ഫെർട്ടിലൈസറിൽ ഉള്ള ഫോസ്ഫേറ്റുകളും നൈട്രേറ്റുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ അഗ്രികൾച്ചറൽ റൺ ഓഫ് ഒക്കെ സംഭവിക്കുമ്പോൾ വാട്ടർ ബോഡീസിലേക്ക് എത്തുന്നു. അപ്പോൾ വാട്ടർ ബോഡീസൊക്കെ ന്യൂട്രിയൻ്റ് റിച്ച് ആയി മാറുന്നു. അപ്പോൾ ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള വാട്ടർ ബോഡീസിൽ നന്നായിട്ട് മാസീവായിട്ടുള്ള ആൽഗൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. അങ്ങനെ ആൽഗേസൊക്കെ വാട്ടറിൻ്റെ സർഫസിനെ കവർ ചെയ്യുന്നു. അങ്ങനെ അത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ വെള്ളത്തിലുള്ളതിനെ കുറയ്ക്കുന്നു. അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ വെള്ളത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് അക്വാട്ടിക് ഓർഗാനിസംസിനെയൊക്കെ ഹാനികരമായി ബാധിക്കുകയും അതൊക്കെ ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. മാത്രമല്ല വെള്ളത്തിനൊക്കെ ദുർഗന്ധം ഉണ്ടാവുന്നു. അപ്പം ഇതിനെയാണ് എന്ത് പറയുന്നത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ the process in which the nutrient enriched water bodies support a dense plant population that kills animal life by depriving it of oxygen and leads to subsequent loss of biodiversity is known as eutrophication. അപ്പോൾ ന്യൂട്രിയൻ്റ് എൻറിച്ച്ഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ്, ഡെൻസ് ആയിട്ടുള്ള പോപ്പുലേഷൻ, കൂടുതൽ ആൽഗീസ് അങ്ങനെ വളരുന്നു. അങ്ങനെ അതിലുള്ള ആനിമൽ ലൈഫിനെ നശിപ്പിക്കുന്നു, കിൽ ചെയ്യുന്നു. കാരണം അതിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട്, ആ വാട്ടറിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട്, ആൻഡ് ലീഡ്സ് ടു സബ്സിക്വൻറ്റ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അങ്ങനെ വെള്ളത്തിലെ ബയോഡൈവേഴ്സിറ്റി മൊത്തം നശിക്കുന്നു.
അതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ആണ്. നെക്സ്റ്റ് ഫെർട്ടിലൈസറിൻ്റെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് ബ്ലൂ ബേബി സിൻഡ്രോം. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ വെള്ളത്തിലേക്ക് നൈട്രേറ്റുകൾ ഈ ഫെർട്ടിലൈസറിനൊക്കെ എത്തുക എന്ന് വിചാരിക്കുക. ആ നൈട്രേറ്റുകൾ ഉള്ള വെള്ളം ഹ്യൂമൻ ബീയിങ്സ് കൺസ്യൂം ചെയ്തു എന്നും വിചാരിക്കുക. അപ്പോൾ നൈട്രേറ്റുകൾ, വെള്ളത്തിലുള്ള നൈട്രേറ്റുകൾ നമ്മുടെ ശരീരത്തിലെ ഇൻഡസ്റ്റൈനിലുള്ള ചില ബാക്ടീരിയാസ് ഉണ്ട്, അത് ആ നൈട്രേറ്റിനെ നൈട്രൈറ്റ്സ് ആക്കിയിട്ട് മാറ്റുന്നു. നൈട്രേറ്റിനെ എന്താക്കി മാറ്റുന്നു? നൈട്രൈറ്റുകളാക്കി മാറ്റുന്നു. അങ്ങനെ ഈ നൈട്രൈറ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതൊരു ചൈൽഡ് ഡിസീസ്, സീരിയസ് ആയിട്ടുള്ള ചൈൽഡ് ഡിസീസിനെ കാരണമാവുന്നുണ്ട്. ആ ഡിസീസിൻ്റെ പേരാണ് മെത്തമോഗ്ലോബിനേമിയ, അതായത് ബ്ലൂ ബേബി സിൻഡ്രോം. അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ നൈട്രൈറ്റുകൾ ഇൻ്റർഫെയർ ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റീനെ. അങ്ങനെ സഫക്കേഷൻ, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. മാത്രമല്ല റെസ്പിറേറ്ററി സിസ്റ്റത്തിനും വാസ്കുലാർ സിസ്റ്റത്തിനും ഒക്കെ അത് നാശം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതാണ് ബ്ലൂ ബേബി സിൻഡ്രോം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബ്ലൂ ബേബി സിൻഡ്രോം? വാട്ടറിലുള്ള നൈട്രേറ്റുകൾ നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇൻഡസ്റ്റൈനിലുള്ള ബാക്ടീരിയാസ് ഈ നൈട്രേറ്റുകളെ നൈട്രൈറ്റുകളാക്കി മാറ്റുന്നു. നൈട്രൈറ്റ് സീരിയസ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് മെത്തമോഗ്ലോബിനേമിയ, അതായത് ബ്ലൂ ബേബി സിൻഡ്രോം. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നൈട്രൈറ്റുകൾ നമ്മുടെ ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റീനെ ഇൻ്റർഫെയർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് സഫക്കേഷനും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വാസ്കുലാർ സിസ്റ്റം ഒക്കെ ഡാമേജ്ഡ് ആവും ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യം, യൂട്രോഫിക്കേഷൻ ആയാലും ബ്ലൂ ബേബി സിൻഡ്രോം ആയാലും എന്താണ് ഉണ്ടാക്കുന്നത്? ഫെർട്ടിലൈസേഴ്സിൻ്റെ അമിതമായ ഉപയോഗമാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിന് പകരമായിട്ട് നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം. ബയോ ഫെർട്ടിലൈസേഴ്സ് അതായത് മൈക്രോ ഓർഗാനിസംസിൻ്റെ തന്നെ സ്ട്രെയിൻസ് ആണിത്. മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണ്? റൈസോബിയം, അസോസ്പൈറിലിയം, Azobacter, etc., or blue-green algae capable of converting atmospheric nitrogen into nitrate, or those like PSM capable of solubilizing phosphorus from the fixed form. അപ്പോൾ ഇങ്ങനെ ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അതിൽ പലതും റൈസോബിയം, അസോസ്പൈറിലും അസോബാക്ടറും ഒക്കെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ അത് നൈട്രേറ്റുകളാക്കി പ്ലാന്റ്സിന് കൊടുക്കുന്നു. അപ്പോൾ പ്ലാന്റ്സിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫെർട്ടിലൈസറിൻ്റെ രൂപത്തിൽ നൈട്രേറ്റുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പല ഫോസ്ഫറസിനെ സോലുബിലൈസ് ചെയ്യുന്ന, അതായത് ഫോസ്ഫറസ് ഒക്കെ ഫിക്സഡ് ഫോമിലായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എൻവയോൺമെൻറ്റിലൊക്കെ അവൈലബിൾ ആണെങ്കിൽ PSM എന്ന് പറയുന്നത് അതിനെ കേപ്പബിൾ ഓഫ് സോലിബിലൈസിങ് ദിസ് ഫോസ്ഫറസ്. അപ്പം അങ്ങനെ ആ ഫോസ്ഫറസിനെ എന്താക്കാൻ സാധിക്കുന്നു? നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബയോ ഫെർട്ടിലൈസറുകളൊക്കെ വളരെ ചീപ്പറും റിന്യൂവബിളും പൊല്യൂഷൻ ഫ്രീയും ആണ്. അപ്പോൾ ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കാണ്ട് നമുക്ക് ബയോ ഫെർട്ടിലൈസറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊന്നും ഫാർമേഴ്സിനൊന്നും പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഒന്നുമില്ല. മാത്രമല്ല മാർക്കറ്റ്സിലെ ധാരാളമായിട്ട് ബയോ ഫെർട്ടിലൈസേഴ്സ് കിട്ടുകയോ അല്ലെങ്കിൽ വൃത്തിയായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ ഇത് യൂസ് ചെയ്യാനുള്ള ഹിൻഡ്രൻസുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്യൂച്ചറിലെങ്കിലും ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ മാറ്റിയിട്ട് നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവരാൻ സാധിക്കും, കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഫെർട്ടിലൈസറിൻ്റെ ഇഫക്റ്റ്. നെക്സ്റ്റ് ഹെവി മെറ്റൽസ്. അതായത് ഹെവി മെറ്റൽസ് ഉണ്ട്, പല ഹെവി മെറ്റൽസിനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹെവി മെറ്റൽസ് സാധാരണ ഇൻക്ലൂഡ് ചെയ്യുന്നത് ലെഡ്, മെർക്കുറി, കാഡ്മിയം, ക്രോമിയം, ആഴ്സനിക്, അതൊക്കെയാണ്. അപ്പോൾ ഈ ഹെവി മെറ്റൽസ് എങ്ങനെയൊക്കെയാണ് വെള്ളത്തിനെ പൊല്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മെയിൻലി മൈനിങ് ആൻഡ് ഓർ പ്രോസസ്സിങ്, അതുപോലെ മെറ്റൽ പ്ലേറ്റിംഗ്, കെമിക്കൽ പ്ലാന്റ്സ്, പെയിൻറ് ഫാക്ടറി, ലെതേഴ്സ്, ദെൻ ഹോസ്റ്റ് ഓഫ് അതർ ഇൻഡസ്ട്രീസ് എന്നാണ് മെയിനായിട്ട് ഈ ഹെവി മെറ്റൽസ് നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് എത്തുന്നത്. മാത്രമല്ല മെയിൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എന്നാണെങ്കിലും ഡൊമസ്റ്റിക് സീവേജ് എന്നും അഗ്രികൾച്ചറൽ റൺ ഓഫ് എന്നും അതുപോലെ മെറ്റൽ പൈപ്പ്സ് ഒക്കെ കൊറോഡഡ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വാട്ടറിൽ നിന്നൊക്കെ ഹെവി മെറ്റൽസ് നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ, അപ്പോൾ മേജറായിട്ടുള്ള അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രീസ് ആണ്. ഇൻഡസ്ട്രീസിൻ്റെ കൂടെ തന്നെ ഏതാണ് പല പല ഡൊമസ്റ്റിക് സീവേജുകളിൽ നിന്നും അഗ്രികൾച്ചറൽ റൺ ഓഫ് എന്നും അതുപോലെ
കൊറോഡഡ് മെറ്റൽ പൈപ്പ്സിൽ നിന്നൊക്കെ ഈ ഹെവി മെറ്റൽസ് നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് എത്തുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ലെഡാണ്. ലെഡ് എന്ന് പറയുന്നത് ലെഡ് പൊല്യൂഷൻ ഓഫ് നാച്ചുറൽ വാട്ടേഴ്സ് ഈസ് കോസ്ഡ് ബൈ ദ ഇൻഫ്ലുവൻസ് ഫ്രം എ ലാർജ് നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ്. അതായത് പെട്രോളിയം ഇൻഡസ്ട്രി, പെയിൻറ്റിൻ്റെ ഇൻഡസ്ട്രി, സിറാമിക്സ്, ബാറ്ററി ഉണ്ടാക്കുന്നത്, പ്ലാസ്റ്റിക്സ് ഉണ്ടാക്കുന്നത്, അതുപോലെ ലെഡഡ് ഗ്യാസോലിൻ്റെ ബേണിങ്, അതുപോലെ പെസ്റ്റിസൈഡ്സിൻ്റെ ലൈക്ക് ലെഡ് ആസിനേറ്റിൻ്റെ ഒക്കെ യൂസ്, അതുവഴിയൊക്കെ വാട്ടർ ബോഡീസിലേക്ക് ലെഡ് എത്തുന്നുണ്ട്. ലെഡ് എന്ന് പറയുന്നത് നല്ല സാധനമാണോ? അല്ല, ഹൈലി ടോക്സിക് ആണ് എല്ലാ ലിവിങ് ഓർഗാനിസംസിനും. ഓക്കെ, മാത്രമല്ല അക്വാട്ടിക് ഓർഗാനിസംസിലേക്കൊക്കെ വെരി ലോ കോൺസെൻട്രേഷനിൽ എത്തിയാൽ പോലും അക്വാട്ടിക് ഓർഗാനിസംസിനൊക്കെ വളരെ ഹാനികരമാണ് ലെഡ്, ഈവൺ ഇൻ വെരി സ്മോൾ കോൺസെൻട്രേഷൻസ്. അതുപോലെ ആനിമൽസിലും മാനിലൊക്കെ ലെഡ് അക്യുമുലേറ്റ് ചെയ്യും ബോൺസിൽ. മെയിൻലി ബോൺസിലാണ് ലെഡ് അക്യുമുലേറ്റ് ചെയ്യുക. അങ്ങനെ അത് നമ്മുടെ ബോഡിയുടെ സർക്കുലേഷനിലേക്ക് എത്തുന്നു. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ഇൽനെസ്സോ ഒക്കെ ഉള്ളപ്പോൾ അത് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എത്തുന്നു. ഈ ബോൺസിൽ നിന്ന് സർക്കുലേഷൻ വഴി എത്തുന്നു, നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ലെഡിനെ SH ഗ്രൂപ്പ് ആയിട്ട്, പ്രോട്ടീൻസിലെ SH ഗ്രൂപ്പായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ അത് എൻസൈംസിൻ്റെ ഡീനേച്ചറേഷന് വരെ, അതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചുള്ള കാര്യങ്ങളാണ്. പ്രോട്ടീൻസ്, എൻസൈംസിനെ കുറിച്ചിട്ടൊക്കെ, എൻസൈംസിൻ്റെ ഡീനേച്ചറേഷനൊക്കെ അത് കാരണമാകുന്നുണ്ട്. മാത്രമല്ല പല എൻസൈം സിസ്റ്റത്തിനെയും താറുമാറാക്കുന്നുണ്ട്. പിന്നെ ലെഡിന് അനീമിയ, അതുപോലെ ഡിസ്റപ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ സിന്തസിസ്, നെർവസ് ഡിസോർഡർ, കിഡ്നി ഡാമേജ്, ബ്രെയിൻ ഡാമേജ്, ഇതൊക്കെ ഉണ്ടാക്കുന്നു. പിന്നെ ലെഡ് ഏറ്റവും കൂടുതൽ ഹാനികരമായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നത് ചിൽഡ്രനെയാണ് ദാൻ ഇൻ അഡൽട്സ്. ഇത്രയൊക്കെയാണ് ലെഡിൻ്റെ ഹാനികരം. അപ്പോൾ ലെഡ് പെട്രോളിയം ഇൻഡസ്ട്രി, പെയിൻറ് ഇൻഡസ്ട്രി, സിറാമിക് ഇൻഡസ്ട്രി എന്നൊക്കെ വരുന്നുണ്ട്. ലെഡ് വളരെ ടോക്സിക് ആണ്. അക്വാട്ടിക് ഓർഗാനിസംസിന് വളരെ സ്മോൾ കോൺസെൻട്രേഷനിൽ തന്നെ ഉണ്ടെങ്കിൽ വളരെ ടോക്സിക് ആണ്. പിന്നെ മനുഷ്യനിൽ അതൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നത് ബോൺസിലാണ്. എന്നിട്ട് സർക്കുലേഷൻ വഴി നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന നമുക്കൊരു സ്ട്രെസ്സോ ഇൽനെസ്സോ ഒക്കെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ പ്രോട്ടീൻസിൻ്റെ തയോണിൽ SH ഗ്രൂപ്പിനെ അത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, എൻസൈംസിനെ ഡീനേച്ചർ ചെയ്യുന്നുണ്ട്, എൻസൈം സിസ്റ്റത്തിന് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ സിന്തസിസിന് ഡിസ്റപ്ഷൻ, കിഡ്നി ഡിസീസ്, ബ്രെയിൻ ഡാമേജ്, അപ്പോൾ അത് കൂടുതൽ ഹാനികരമായിട്ട് എഫക്റ്റ് ചെയ്യുക എപ്പോഴും അത് ചിൽഡ്രനെയാണ് ദാൻ അഡൽട്സ്. അതുപോലെ നെക്സ്റ്റ് ഹെവി മെറ്റൽ ആണ് മെർക്കുറി. മെർക്കുറി മെയിൻലി ഇലക്ട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്നും, അതുപോലെ ബാറ്ററീസ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന്, കോസ്റ്റിക് സോഡ, മെർക്കുറി വേപ്പർ ലാംപ്സ് ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒക്കെയാണ് മെയിൻലി മെർക്കുറി നമ്മുടെ വാട്ടർ സോഴ്സുകളിലേക്ക് പോകുന്നത്. മെർക്കുറി അതുപോലെ വളരെ ടോക്സിക് ആണ്. അക്വാട്ടിക്കും ടെറസ്ട്രിയൽ ഓർഗാനിസംസിനൊക്കെ അത് വളരെ ടോക്സിക് ആണ്. അതിന് ബയോ അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ മീഥൈൽ മെർക്കുറി എന്നുള്ള ഫോമിലാണ് നമ്മുടെ ശരീരത്തിൽ അത് ബയോ അക്യുമുലേറ്റ് ചെയ്യുക. മാത്രമല്ല അത് ബയോ മാഗ്നിഫിക്കേഷൻ വഴി ഫുഡ് ചെയിനിൽ കൂടെ എത്തുന്നു. ഓക്കെ, അങ്ങനെ ബയോ മാഗ്നിഫിക്കേഷൻ, ബയോ അക്യുമുലേഷൻ എന്താണെന്ന് നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും. അപ്പോൾ അത് ബ്രെയിൻ ഡാമേജ് ഒക്കെ അതുണ്ടാക്കുന്നു. അതായത് നേരത്തെ മുൻപത്തെ ക്ലാസ്സുകളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫുഡ് ചെയിൻ്റെ കാര്യം. ഹയർ ട്രോപ്പിക് ലെവലിലേക്ക് എടുക്കുന്നവർക്കാണ് കൂടുതൽ ഹാനികരം. ഹയർ ട്രോപ്പിക് ലെവലിലൊക്കെ സാധാരണ മനുഷ്യനൊക്കെയാണ് വരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെയൊക്കെ ബ്രെയിൻ ഡാമേജിനെ വളരെയധികം കാരണമാകുന്നതാണ് ഈ മെർക്കുറി. മാത്രമല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മീനമാത ഡിസീസിനെ കുറിച്ചിട്ട്. അതായത് ജപ്പാനിൽ മീനമാത എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ടായിരുന്നു. അവിടെ ഫിഷ് ഈറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരെ 1960 ബ്രെയിൻ ഡാമേജ് മൂലം മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നീട് മനസ്സിലാക്കി ഈ ഫിഷിലൊക്കെ മെർക്കുറി ഉണ്ടായിരുന്നു. അതായത് ഈ മീനമാത എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയുടെ അവിടെ റിവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിവറിൻ്റെ സൈഡുകളിലുള്ള കെമിക്കൽ ഫാക്ടറീസിൽ നിന്ന് മെർക്കുറി കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡ്രെയിനേജ് ഈ റിവറിലേക്ക് വരികയും ആ മെർക്കുറി കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഈ ഫിഷിൻ്റെ ശരീരത്തിലേക്ക് എത്തുകയും അങ്ങനെ ഫിഷിനെ കൺസ്യൂം ചെയ്ത മനുഷ്യനിലേക്ക് ഫുഡ് ചെയിനിൽ കൂടെ അത് എത്തുകയുമാണ് ഉണ്ടായത്. അതാണ് മീനമാത ഡിസാസ്റ്റർ. ഓക്കെ, അത് മെർക്കുറി പോയ്സണിങ് വഴിയാണ് മീനമാത ഡിസീസ് ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് ഒക്വേർഡ് ഇൻ ഫിഷ് ഈറ്റിംഗ് പീപ്പിൾ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വെക്കണം. നെക്സ്റ്റ് കാഡ്മിയം. ഇപ്പോൾ കാഡ്മിയം നെക്സ്റ്റ് ഹെവി മെറ്റലാണ്. അത് നാച്ചുറൽ വാട്ടേഴ്സിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് വഴി, അതുപോലെ പെയിൻറ്റിൽ നിന്ന്, ഇങ്കിൽ നിന്ന്, പ്ലാസ്റ്റിക്സിൽ നിന്ന്, ഗോൾഡ് ജ്വല്ലറി വർക്ക്സിൽ നിന്നൊക്കെയാണ്. അപ്പം മെർക്കുറിനെ പോലെ തന്നെ കാഡ്മിയത്തിനും ബയോ മാഗ്നിഫിക്കേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് ഫുഡ് ചെയിനിൽ കൂടെ അത് വന്ന്
ഏറ്റവും ഹയർ ആയിട്ട് ആർക്കായിരിക്കും ഹയർ ട്രോപ്പിക് ലെവലിൽ നിൽക്കണ മനുഷ്യനായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഹാനികരമായിട്ട് ബാധിക്കുക. ഈ കാഡ്മിയം അക്യുമുലേറ്റ് ചെയ്ത് ലിവറിലും കിഡ്നിയിലും പാൻക്രിയാസിലും ഒക്കെ അത് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ അത് ലങ്സിനെയും കിഡ്നീനെയൊക്കെ ഡാമേജ് ചെയ്യും. അനീമിയ, ബോൺ മാരോ ഡിപ്രഷൻ അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ കാഡ്മിയം പോയിസണിങ്ങും ഒരു ഡിസാസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയാണ് ഇറ്റായ് ഡിസീസ് ഓർ ഔച്ച് ഡിസീസ് എന്നാണ് പറയുക. ഇതും സംഭവിച്ചത് ജപ്പാനിൽ തന്നെയാണ്. നേരത്തെ സംഭവിച്ചത് മിനമാദ സിറ്റി ഓഫ് ജപ്പാൻ ആയിരുന്നു. ഇവിടെ ജിൻസു റിവർ ബേസിൻ ഇൻ ജപ്പാനിലൊരു റിവറിൻ്റെ തീരാണ് ജിൻസു റിവർ ബേസിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കാഡ്മിയം കണ്ടെയ്നിങ് ആയിട്ടുള്ള സാധനങ്ങൾ ആ റിവറിലേക്ക് വന്നു. ആ റിവറിലത്തെ വെള്ളം ഉപയോഗിച്ചിട്ട് അഗ്രികൾച്ചറൽ ചെയ്ത റൈസിലേക്ക്, അതായത് നെല്ല് കൃഷി ചെയ്തു. അപ്പോൾ ആ നെല്ല് കൃഷി ചെയ്ത നെല്ലിനെ നനയ്ക്കാനായിട്ട് ഉപയോഗിച്ചത് ഈ ജിൻസു റിവറിലെ വെള്ളമായിരുന്നു. ഓക്കെ, അങ്ങനെ ആ റൈസിലേക്ക് എന്ത് ഉണ്ടായി? ഈ വെള്ളത്തിൽ കൂടെ നനയ്ക്കാൻ ഉപയോഗിച്ച് ഈ വെള്ളത്തിൽ കൂടെ കാഡ്മിയം ആ റൈസിലേക്ക് കയറി. അങ്ങനെ ആ റൈസ് കൺസ്യൂം ചെയ്ത മനുഷ്യനിലേക്ക് അത് വന്നു. ഓക്കെ, അങ്ങനെ അത് കൺസ്യൂം ചെയ്ത മനുഷ്യൻ്റെ ബോൺസൊക്കെ വളരെ ഫ്രജൈലായി. അങ്ങനെ തൗസൻഡ്സ് ഓഫ് പീപ്പിളാണ് അവിടെ മരിച്ചത് ഡ്യൂ ടു മൈക്രോ ഫ്രാക്ചർ ഓഫ് ബോൺസ് ആൻഡ് തൗസൻഡ്സ് വെർ എഫക്റ്റഡ് ബൈ ദിസ് ബോൺ ഡിസീസ്. മനസ്സിലായോ? അപ്പോൾ എത്രമാത്രം ഇഫക്റ്റീവാണ് ഈ മെർക്കുറി ഒക്കെ എന്ന് ആലോചിക്കണം. ആ മെർക്കുറി വന്ന് ഏതോ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന് കാഡ്മിയം ഒരു റിവറിലേക്ക് വന്ന് കലർന്നു. ആ റിവറിലത്തെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുറച്ച് റൈസ് ഫീൽഡ്സിനൊക്കെ നനച്ചത്. അങ്ങനെ ആ കാഡ്മിയം ആ റൈസിലേക്ക് എത്തി. ആ റൈസ് കൺസ്യൂം ചെയ്ത മനുഷ്യനിലേക്ക് അത് എത്തി. അങ്ങനെ മനുഷ്യനെ ബോൺസ് ഫ്രജൈലായി. മാത്രമല്ല കുറേ പേരെ ബോൺസൊക്കെ മൈക്രോ ഫ്രാക്ചർ നടത്തി ഫ്രാക്ചർ സംഭവിച്ച് മരിച്ചു. കുറേ പേർക്ക് അത് ബോൺ ഡിസീസസ് ആയിട്ട് എഫക്റ്റ് ചെയ്തു. അപ്പം ഇതാണ് കാഡ്മിയത്തിൻ്റെ ഇഫക്റ്റ്. അപ്പോൾ രണ്ടിൻ്റെ ഇഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മെർക്കുറിയും അതെ, കാഡ്മിയും അതെ. രണ്ട് ക്രോണിക് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സും സംഭവിച്ചത് എവിടെയായിരുന്നു? ജപ്പാനിലായിരുന്നു. നെക്സ്റ്റ് ക്രോമിയം ഇതുപോലെ നാച്ചുറൽ വാട്ടറിലേക്ക് എത്തുന്നത് മെയിൻലി മെറ്റൽ പ്ലേറ്റിംഗ് ഇൻഡസ്ട്രീസിൽ നിന്നാണ്. അത് അക്വാട്ടിക് ഓർഗാനിസംസിനെയും ടെറസ്ട്രിയൽ ഓർഗാനിസംസിനെയൊക്കെ അത് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് മെയിനായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ. അതുപോലെ അത് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നു. മാത്രമല്ല റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അത് ക്യാൻസർ വരെ ഉണ്ടാക്കുന്നുണ്ട് ക്രോമിയം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ആഴ്സനിക് വാട്ടർ ബോഡീസിനൊക്കെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് പെസ്റ്റിസൈഡ്സിൽ ഉപയോഗിക്കുന്നതാണ് ലെഡ് ആഴ്സനേറ്റ്. ആ പെസ്റ്റിസൈഡ്സിലുള്ള ലെഡ് ആഴ്സനേറ്റ് ആണ് സാധാരണ കെമിക്കൽ വാട്ടർ ബോഡീസിലേക്കൊക്കെ എത്തുന്നത്. മാത്രമല്ല കെമിക്കൽ വേസ്റ്റിൽ കൂടിയും അതുപോലെ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ആഴ്സനിക് വാട്ടർ ബോഡീസിലേക്ക് എത്തുന്നുണ്ട്. ആഴ്സനിക് എല്ലാ വിധത്തിലുള്ള ഓർഗാനിസംസിനും അത് ഹൈലി ടോക്സിക് ആണ്. മാത്രമല്ല അത് നമ്മുടെ ശരീരത്തിലെ എൻസൈംസിൻ്റെ ആക്ഷനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ സെല്ലുലാർ റിയാക്ഷൻസിനെയൊക്കെ അത് ഡാമേജ് ചെയ്യുന്നു. അപ്പോൾ പല എൻസൈംസും സെല്ലുലാർ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നതുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ആ എൻസൈംസിനെ ഈ സാധനം ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലുലാർ റിയാക്ഷൻസ് കൃത്യമായി നടക്കുമോ? അതിന് കാറ്റലിസ്റ്റ് ഉണ്ടോ? ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാനുള്ള എൻസൈംസ് ഒക്കെ നശിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുവഴി നമ്മുടെ ശരീരത്തിലെ സെല്ലുലാർ റിയാക്ഷൻസ് ഒന്നും കൃത്യമായിട്ട് നടക്കില്ല. മാത്രമല്ല ഇറ്റ് കിൽസ് അറ്റ് ഹൈ ലെവൽസ് ഓഫ് കോൺസെൻട്രേഷൻ. മരണം വരെ സംഭവിക്കാം. ഹൈ ലെവൽസ് ആഴ്സനിക് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. ആൻഡ് കോസസ് ക്യാൻസർ ഓൺ അക്യുമുലേഷൻ അറ്റ് ലോവർ ലെവൽസ്. വളരെ ലോവർ ലെവലിലാണെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കാം, ഹയർ ലെവലിലാണെങ്കിൽ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഹെവി മെറ്റൽസിൻ്റെ ഇഫക്റ്റ് ഇൻ വാട്ടർ ബോഡീസ്. വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഹെവി മെറ്റൽസിൻ്റെ ഇഫക്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ ഹെവി മെറ്റൽസ് നമ്മൾ കണ്ടത് ഏതൊക്കെയായിരുന്നു? ലെഡ്, മെർക്കുറി, കാഡ്മിയം, then chromium and arsenic. Okay.